പിന്നീട് വീണ്ടും ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു ദം, ഇൻസ്റ്റെഡ് ഓഫ് സമ്മണിംഗ് അക്യൂസ്ഡ് നമ്പർ 8 ഫോർ interrogation to police station, police officer deceitfully asked accused number 8 to come and meet them at a private guest house and then arrested എന്നാണ് പറയുന്നത്. ആ രീതിയിൽ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതിന് പകരം ഒരു പ്രൈവറ്റ് ഗസ്റ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തി ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയാണുണ്ടായത് എന്നൊക്കെ പറയുന്നു. അതൊക്കെ എന്തിനായിരുന്നു, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നൊക്കെ ഒരു ചോദ്യമാണ് വ്യംഗ്യമായി നമുക്കിവിടെ വായിച്ചെടുക്കാൻ കഴിയുന്നത്. വിഷ്ണു സുരേഷ് ചേരുന്നു വിവരങ്ങളുമായി. വിഷ്ണു, തുടർ പേജുകളിലൊക്കെ തന്നെ ഈ കേസിന്റെ ആദ്യ ഘട്ടം തൊട്ട്, ആദ്യ ദിനങ്ങൾ തൊട്ട് വളരെ വ്യക്തമായ ചില വീഴ്ചകളൊക്കെ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇതിലൊരു വലിയ കോൺസ്പിറസി തനിക്കെതിരെ ഉണ്ട് എന്ന് ദിലീപ് പറഞ്ഞ കാര്യങ്ങൾ മുഖവിലക്കെടുത്തില്ല, അത് പരാതിയായി പോലും സ്വീകരിച്ചില്ല, അതിലൊരു അന്വേഷണം നടത്തിയില്ല എന്ന് മാത്രമല്ല, ദിലീപ് ആരോപണം ഉന്നയിച്ച വ്യക്തിയെ കുറിച്ച് ദിലീപിനോട് തന്നെ വിളിച്ചു ചോദിക്കുന്ന സ്ഥിതിയുണ്ടായി. അത് മാത്രമല്ല, ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നതിന് പകരം ഒരു ഗസ്റ്റ് ഹൗസിലേക്ക് അന്യായമായി വിളിച്ചു വരുത്തുന്നു, അവിടെ നിന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ കോടതി ഈ വിധിന്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. വിവരങ്ങൾ പ്രജിൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ ഈ വിധിപ്പകർപ്പിൽ വളരെ കൃത്യമായി പറയുന്നു. അത് എണ്ണിയിട്ട രീതിയിലാണ്, അല്ലെങ്കിൽ അക്കമിട്ട് നിരത്തിയിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പൾസർ സുനിയും ദിലീപും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടിന് തെളിവില്ല. അത് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ മറ്റു വിഷയങ്ങൾ, ഈ ദിലീപുമായി ബന്ധപ്പെട്ട് ചില ചാറ്റുകൾ, ദിലീപിന്റെ ഫോണിൽ ചില ചാറ്റുകൾ ഉണ്ടായിരുന്നു. ആ ചാറ്റുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടു എന്ന് പ്രോസിക്യൂഷൻ ഉയർത്തിയിരുന്നു. എന്നാൽ അത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പ്രോസിക്യൂഷൻ തയ്യാറായില്ല എന്ന് കോടതി വ്യക്തമാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ദിലീപിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയില്ല എന്ന് കോടതി ചോദിക്കുന്നു. ഒപ്പം ദിലീപിനെ പൂട്ടണമെന്ന വാട്സപ്പ് ഗ്രൂപ്പ്, അതിൽ സന്ദേശം ലഭിച്ചെന്ന് പറയപ്പെടുന്ന ഷോൺ ജോർജിനെ വിസ്തരിച്ചില്ല എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നു. ഈ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കുന്നതിൽ വലിയ വീഴ്ച പ്രോസിക്യൂഷന് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഈ വിധിന്യായത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.